അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. നമുക്കറിയാം പ്രകൃതിയിൽ പല തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ട് അല്ലേ. നമുക്ക് ചുറ്റും ദിവസേന ഒത്തിരി ചേഞ്ചസ് നടക്കാറുണ്ട്. നമുക്കറിയാം പേപ്പർ ബേൺ ചെയ്യാറുണ്ട്, ഐസ് മെൽറ്റ് ചെയ്യാറുണ്ട്, സീസൺസ് ഉണ്ടാകാറുണ്ട്, പിന്നീട് വാക്സ് ഉരുകാറുണ്ട്. നമുക്കറിയാം പല തരത്തിലുള്ള ചേഞ്ചസ് നമുക്ക് ചുറ്റും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയിൽ നമ്മുടെ ചേഞ്ചുകളെ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് നോക്കാം. ഫിസിക്കൽ ചേഞ്ച് ഓൾട്ടേഴ്സ് ദ ഫോം ഓഫ് എ സബ്സ്റ്റൻസ് ബട്ട് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ് ഇൻടു അനദർ സബ്സ്റ്റൻസ്. ഒരു വസ്തുവിൻ്റെ ഫോമിൽ മാത്രം, അതിൻ്റെ സ്റ്റേറ്റിലോ ഡെൻസിറ്റിയിലോ സൈസിലോ ഷേപ്പിലോ ഒക്കെ മാത്രം മാറ്റം സംഭവിക്കുന്ന അത്തരത്തിലുള്ള ചേഞ്ചുകളാണ് എന്ത്, ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇവിടെ വസ്തു എന്ത് ചെയ്യുന്നില്ല, പൂർണ്ണമായി മറ്റൊരു വസ്തുവായിട്ട് മാറുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ചസ് ഇറ്റ് ടു അനദർ സബ്സ്റ്റൻസ്. മറ്റൊരു വസ്തുവായിട്ട് എന്ത് ചെയ്യുന്നില്ല, അത് മാറുന്നില്ല. പകരം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, അതിൻ്റെ സൈസിലോ ഷേപ്പിലോ ഡെൻസിറ്റിയിലോ അല്ലെങ്കിൽ ഫേസ് ചേഞ്ചോ സംഭവിക്കാം. ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മൾ 3 സ്റ്റേറ്റ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പം ഫിസിക്കൽ ചേഞ്ചുകളിൽ ഈ സ്റ്റേറ്റുകൾക്കിടയിൽ എന്ത് ചെയ്യാം, മാറ്റം സംഭവിക്കാം. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, പുതിയൊരു വസ്തുവായിട്ടത് മാറില്ല, അതിൻ്റെ കോമ്പോസിഷനിലോ ഒന്നും മാറ്റം സംഭവിക്കില്ല. ഇങ്ങനെയുള്ള ചേഞ്ചസ് റിവേഴ്സിബിൾ ഇൻ നേച്ചറാണ്. അവ ഏത് തരത്തിലുള്ളതാണ്, റിവേഴ്സിബിൾ ആണ്. അതായത് ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, പഴയ രീതിയിലേക്ക് ആ വസ്തുവിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഫോമിൽ മാത്രം മാറ്റം സംഭവിക്കുന്നു, അതിൻ്റെ കോമ്പോസിഷനിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നതുമില്ല. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ആകാം, സൈസിലോ ഷേപ്പിലോ ഡെൻസിറ്റിയിലോ അല്ലെങ്കിൽ ഫേസ് ചേഞ്ചോ ഒക്കെ ആകാം. ഇവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നില്ല, അതുപോലെ റിവേഴ്സിബിൾ ഇൻ നേച്ചറാണ്. നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ ഫിസിക്കൽ ചേഞ്ചിൻ്റെ. ഒന്നാം നമുക്ക് ഏറ്റവും പരിചിതമായ ഒരെണ്ണമാണ് മെൽറ്റിംഗ് ഓഫ് ഐസ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഐസ് എന്ത് ചെയ്യാണ്, ഐസ് വെള്ളമായി മാറുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, പുതിയൊരു വസ്തു ഉണ്ടാകുകയല്ല ചെയ്യുന്നത്, പകരം എന്ത് ചെയ്യാണ്, സ്റ്റേറ്റ് ചേഞ്ച് മാത്രമാണ് സംഭവിക്കുന്നത്. സോളിഡ് ആയിരുന്ന ഐസ് എന്തായി മാറുക ചെയ്യുന്നത്, സിംപ്ലി ലിക്വിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊരു ഉദാഹരണമാണ്, ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വരുന്നതാണ് ബോയിലിംഗ് ഓഫ് വാട്ടർ. നമ്മൾ ഐസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വെള്ളം എന്ത് ചെയ്യുന്നു, വാട്ടർ വേപ്പറായി മാറുന്ന പ്രോസസ്സാണ് ബോയിലിംഗ് അല്ലേ. ഇവിടെ എന്താ സംഭവിക്കുക, നമ്മൾ വാട്ടർ സിംപ്ലി എന്ത് ചെയ്യാണ്, ലിക്വിഡ് സ്റ്റേജിലിരുന്ന വാട്ടർ ഗേഷ്യസ് ഫോമിലോട്ട് മാത്രം മാറുകയാണ് ഇവിടെയും ചെയ്യുന്നത്. അടുത്തതാണ് ഡിസോൾവിങ് ഓഫ് ഷുഗർ ഇൻ വാട്ടർ. നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചസാര ലായനി ഉണ്ടാക്കുന്നു. അപ്പോൾ എന്ത് പറ്റുക ചെയ്യുന്നത്, നമുക്ക് വേണമെങ്കിൽ ഈ ലിക്വിഡായിട്ടുള്ള ഷുഗറിനെ എന്ത് ചെയ്യാം, തിരിച്ച് ഇവാപ്പറേഷൻ വഴി എന്ത് ചെയ്യാം, പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതും എന്തൊരു എക്സാമ്പിളാണ്, ഒരു ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. അടുത്തത് സോയിങ് വുഡ്. നമുക്കറിയാം തടി മുറിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റുന്നു. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി മാറിയാലും തടി എന്ത് തന്നെയാണ്, തടി തന്നെയാണ്. അവിടെ വേറെ പുതിയൊരു വസ്തു എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. അപ്പോൾ അതും എന്തൊരു ഉദാഹരണമാണ്, നമ്മളുടെ ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. അടുത്തതായിട്ട് വരുന്നതാണ് ടിയറിങ് ഓഫ് പേപ്പർ. നമ്മളിപ്പം വുഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പേപ്പർ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നോ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, അത് പുതിയൊരു സബ്സ്റ്റൻസ് ആയി മാറുകയല്ല ചെയ്യുന്നത്. അത് എന്ത് തന്നെയാണ്, പേപ്പറായിട്ട് തന്നെ റിമൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൈസിലോ ഷേപ്പിലോ എന്ത് ചെയ്യുന്നു, മാറ്റം സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. അതും എന്തൊരു എക്സാമ്പിളാണ്, ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. അപ്പോൾ അടുത്തൊരു ഉദാഹരണമാണ് ബ്ലോയിങ് ഓഫ് എ ബലൂൺ. നമുക്കറിയാം ബലൂൺ ബ്ലോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ ഷേപ്പിൽ മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. അല്ല എയർ നമ്മൾ എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബലൂൺ എന്ത് ചെയ്യും, പഴയ പൊസിഷനിലേക്ക് പോകുന്നു. അപ്പോൾ അതും എന്തൊരു എക്സാമ്പിളാണ്, ഒരു ഫിസിക്കൽ ചേഞ്ചിനുള്ള എക്സാമ്പിളാണ്. ദെൻ ബ്രേക്കിംഗ് ഓഫ് ഗ്ലാസ്. നമുക്കറിയാം ഒരു വലിയ ഗ്ലാസ് കഷ്ണം എന്ത് ചെയ്യാണ്, കുഞ്ഞു കുഞ്ഞു പീസുകളായി മാറുന്നു. അപ്പോഴും എന്ത് ചെയ്യാണ്, അവിടെ മെറ്റീരിയലിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എന്തിനു മാത്രമാണ് മാറ്റം സംഭവിക്കുക, അതിൻ്റെ അതായത് അതിൻ്റെ സൈസ് എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് നോക്കേണ്ടത് കെമിക്കൽ ചേഞ്ച് ആണ്. എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് നോക്കാം. ഇൻ എ കെമിക്കൽ ചേഞ്ച് ദ മാറ്റർ അണ്ടർഗോസ് ചേഞ്ച് ഇൻ ഇറ്റ്സ് കോമ്പോസിഷൻ ഓർ സ്ട്രക്ചർ. കെമിക്കൽ ചേഞ്ചിൽ എന്താ സംഭവിക്കുക, മാറ്ററിന് എന്ത് പറ്റുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചറിലോ കോമ്പോസിഷനിലോ എന്ത് ചെയ്യാണ്, മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു കഴിയുമ്പോൾ പുതിയൊരു വസ്തുവായിരിക്കും എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. അത് നമ്മുടെ ആദ്യത്തെ വസ്തുവിനെ പോലെ ആയിരിക്കില്ല, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസോട് കൂടിയും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പോസിഷനോട് കൂടിയും പുതിയൊരു ന്യൂ സബ്സ്റ്റൻസ് ആയിരിക്കും എന്ത് ചെയ്യുക അവിടെ ഫോം ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ചേഞ്ചസ് എന്താണ്, ഇറിവേഴ്സിബിൾ ആണ്. കെമിക്കൽ ചേഞ്ചസ് എന്താണ്, ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ ആയിരുന്നു. ഫിസിക്കൽ ചേഞ്ച് റിവേഴ്സിബിൾ ആയിരുന്നെങ്കിൽ കെമിക്കൽ ചേഞ്ച് ഇറിവേഴ്സിബിൾ ആണ്.
തിരിച്ച് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല കെമിക്കൽ ചേഞ്ച് കഴിയുന്ന ഒരു വസ്തുവിനെ. ഇനി കെമിക്കൽ ചേഞ്ചിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം? കളർ ചേഞ്ച് സംഭവിക്കാം, അതുപോലെ തന്നെ ഗ്യാസുകൾ റിലീസ് ചെയ്യാം, ഹീറ്റോ ലൈറ്റോ അതുപോലുള്ള എനർജീസ് ഉണ്ടാകാം. അതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന് ഹീറ്റിങ്ങിലൂടെയും കൂളിങ്ങിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടും സാധിക്കും. അപ്പം കെമിക്കൽ ചേഞ്ചിൻ്റെ പ്രത്യേകതകൾ പറയുവാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അവിടെ എന്താ ചെയ്യുന്നത്, മാറ്റർ എന്ത് ചെയ്യാണ്, അതിൻ്റെ കോമ്പോസിഷനിലോ സ്ട്രക്ചറിലോ എന്ത് ചെയ്യുന്നു, മാറ്റം സംഭവിക്കുന്നു. ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ്. ഇവിടെ എന്ത് ചെയ്യാണ്, പുതിയൊരു കോമ്പോസിഷൻ അല്ലെങ്കിൽ പുതിയൊരു പ്രോപ്പർട്ടിയോട് കൂടിയ പുതിയൊരു സബ്സ്റ്റൻസ് ആണ് എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. ഇതെങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം? കളർ ചേഞ്ച് ഉണ്ടാകാം, ഗ്യാസുകൾ റിലീസ് ചെയ്യാം, ഹീറ്റോ ലൈറ്റോ പോലുള്ള എനർജീസ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹീറ്റിങ്ങിലും കൂളിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിളാണ് ബേണിംഗ് ഓഫ് പേപ്പർ. നമുക്കറിയാം പേപ്പർ ബേൺ ചെയ്ത് എന്തായി മാറുക ചെയ്യുന്നത്, ആഷ് ആയിട്ട് മാറുക ചെയ്യുന്നത് അല്ലേ. തിരിച്ച് ഈ ആഷ് നമുക്ക് പേപ്പറാക്കി മാറ്റാൻ സാധിക്കുമോ? ഇല്ല. അപ്പം അതെന്താണ്, ഒരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. അത് ഇറിവേഴ്സിബിൾ ആണ്, തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിളാണ് ബേണിംഗ് ഓഫ് പേപ്പർ. രണ്ടാമതാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. നമുക്കറിയാം ഇരുമ്പ് തുരുമ്പിക്കുന്നത്. നമുക്കറിയാം അയൺ ആർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ്, റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, അത് പൊടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചതിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പം അയൺ എന്ത് ചെയ്യാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ വാട്ടറും ഓക്സിജനുമായിട്ടൊക്കെ ചേർന്ന് എന്ത് ചെയ്യും, റസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇനി റൈപ്പണിങ് ഓഫ് ഫ്രൂട്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നാച്ചുറൽ ചേഞ്ച് ആണ് അല്ലേ. നമുക്കറിയാം പഴമൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ കളറൊക്കെ മാറും അല്ലേ. കളർ മാറും, അതിൻ്റെ ഷേപ്പൊക്കെ മാറും. ഇതും എന്തൊരു എക്സാമ്പിളാണ്, നമ്മളുടെ കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. തിരിച്ച് ആ പഴത്തിന് ആദ്യത്തെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഒരിക്കലും സാധ്യമാകില്ല. അതാണ് എന്ത്, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിളാണ് ലൈറ്റിംഗ് എ മാച്ച് സ്റ്റിക്ക്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു തീപ്പൊട്ടിക്കുള്ളി ഉരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ പഴയ പോലെ ആക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ലൈറ്റും ഹീറ്റും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാച്ച് സ്റ്റിക്ക് ലൈറ്റ് ചെയ്യുന്നതും എന്തിന് എക്സാമ്പിളാണ്, ഒരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. അടുത്ത വരുന്ന ഒന്നാണ് കുക്കിംഗ് ആൻഡ് എഗ്ഗ്. നമ്മൾ മുട്ട പൊരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു പാചകം ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ എഗ്ഗിൻ്റെ കേസ് എടുക്കുമ്പോൾ എഗ്ഗിലുള്ള പ്രോട്ടീൻ എന്ത് ചെയ്യാണ്, കെമിക്കലി എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോട്ടീൻ്റെ ഘടനയെ മാറുകയാണ്, അതിൻ്റെ സ്ട്രക്ചറെ മാറുകയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് ആ പ്രോട്ടീൻ അല്ലെങ്കിൽ തിരിച്ച് ആ എഗ്ഗിന് പഴയ പൊസിഷനിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. തിരിച്ച് റോ എഗ്ഗ് ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതും എന്തിന് എക്സാമ്പിളാണ്, ഒരു കെമിക്കൽ ചേഞ്ചിനുള്ള എക്സാമ്പിളാണ്. അടുത്ത് നോക്കേണ്ടത് റോക്കറ്റ് ഫ്യൂവൽ ബേണിംഗ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുക, റോക്കറ്റ് ഫ്യൂവൽ ബേൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഫ്യൂവൽ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഓക്സിജനോട് റിയാക്ട് ചെയ്തിട്ട് പുതിയ കുറച്ച് സബ്സ്റ്റൻസ് ഫോം ചെയ്യുകയാണ്, അതുപോലെ എനർജി റിലീസ് ചെയ്യുകയാണ്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഴയ രൂപത്തിലേക്ക് ആ ഫ്യൂവലിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഫ്യൂവൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അത് ബേൺ ചെയ്ത് പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം കെമിക്കൽ ചേഞ്ച് മറ്റൊരു ഉദാഹരണമാണ് റോക്കറ്റ് ഫ്യൂവൽ ബേണിംഗ്. ഇനി അടുത്തൊരെണ്ണമാണ് വിനാഗർ റിയാക്ടിങ് വിത്ത് ബേക്കിംഗ് സോഡ. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒന്നാണിത്. വിനാഗിരി എന്ത് ചെയ്യാണ്, ബേക്കിംഗ് സോഡയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എന്തൊക്കെയായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും പുതിയൊരു സബ്സ്റ്റൻസുമാണ്. ഇതും എന്തിന് എക്സാമ്പിളാണ്, ഒരു കെമിക്കൽ ചേഞ്ചിനുള്ള എക്സാമ്പിളാണ് വിനാഗർ റിയാക്ടിങ് വിത്ത് ബേക്കിംഗ് സോഡ. ദെൻ നെക്സ്റ്റ് ഇസ് നമുക്കറിയാം മിൽക്ക് ചേഞ്ചസ് ടു കേർഡ്. പാല് തൈരായി മാറുന്നത്. പാല് പുളിപ്പിച്ച് തൈരായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ തൈരിനെ പഴയ പോലെ എന്താക്കി മാറ്റാൻ സാധിക്കില്ല, നമ്മളുടെ പാലാക്കി മാറ്റാൻ സാധിക്കില്ല. അപ്പം മിൽക്ക് കേർഡായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് കേർഡിനെ മിൽക്കാക്കി മാറ്റാനായിട്ട് സാധിക്കില്ല. ഇതും എന്തൊരു എക്സാമ്പിളാണ്, ഒരു കെമിക്കൽ ചേഞ്ചിനുള്ള എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. നമ്മൾ എത്ര നേരം എന്തൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ച് എന്നും എന്താണ് കെമിക്കൽ ചേഞ്ച് എന്നും പറഞ്ഞു. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ ചേഞ്ച് ഒരു ടെമ്പററി ചേഞ്ച് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അതിന് റിവേഴ്സിബിൾ ആണല്ലേ, നമുക്ക് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ പുതിയൊരു സബ്സ്റ്റൻസും എന്ത് ചെയ്യുന്നില്ല, ഫിസിക്കൽ ചേഞ്ചിൽ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ടെമ്പററി ആണ്, റിവേഴ്സിബിൾ ഇൻ നേച്ചർ ആണ്, നോ ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ്. നമുക്കറിയാം ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, മെൽറ്റിംഗ് ഓഫ് ഐസ് പറയാം, അല്ലെങ്കിൽ ചേഞ്ചിങ് ഓഫ് വാട്ടർ ടു ഐസ്. അതുപോലെ തന്നെ വാട്ടർ വേപ്പറായി മാറുന്നത്. നമ്മൾ കണ്ട കുറേ അധികം എക്സാമ്പിൾസ് എന്തിന് എക്സാമ്പിളായിട്ട് പറയാം, ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളായിട്ട് പറയാം. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് കെമിക്കൽ ചേഞ്ച് ആണ്. നമുക്കറിയാം കെമിക്കൽ ചേഞ്ച് ഇസ് എ പെർമനന്റ് ചേഞ്ച്. നമ്മൾ പറഞ്ഞു
പാല് തൈരായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചതിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കെമിക്കൽ ചേഞ്ച് പെർമനൻറ്റ് ചേഞ്ച് ആണ്, അത് ഇറിവേഴ്സിബിൾ ആണ്, നമുക്ക് തിരിച്ചൊരിക്കലും സാധ്യമല്ല. ഇനി എന്ത് ചെയ്യാണ്, അവിടെ ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ്, പുതിയൊരു വസ്തു ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ എന്താണ്, ഡൈജഷൻ ഓഫ് ഫുഡ്. അതുപോലെ നമ്മളിപ്പോൾ കണ്ട ടേണിംഗ് ഓഫ് മിൽക്ക് ഇൻ ടു കേർഡ്, ബേണിംഗ് ഓഫ് പേപ്പർ, ബേണിംഗ് ഓഫ് റോക്കറ്റ് ഫ്യൂവൽസ്, ഇതുപോലെ പല എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കെമിക്കൽ ചേഞ്ച് ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് എന്ന ടോപ്പിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.